റബ്ബർ തോട്ടത്തിൽ കെട്ടിയിരുന്ന ആടിനെയാണ് തെരുവ് നായ്ക്കൾ കൂട്ടമായി എത്തി കടിച്ചു കൊന്നത്. 2 തെരുവ് നായ്ക്കൾ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അക്രമ വിളയാട്ടം നടത്തിയത്. ഒരാടിനെ കടിച്ചു കൊന്ന തെരുവ് നായ്ക്കൾ 3 ആടുകളെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പശുക്കിടാരിയെയും കടിച്ച് പരിക്കേൽപ്പിക്കുവാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും പ്രദേശവാസികൾ ഓടിക്കൂടി ബഹളമുണ്ടാക്കിയതോടെ തെരുവ് നായ്ക്കൾ പിൻവലിയുകയായിരുന്നു. കുരിനാട് മറ്റത്തിൽ ഏലിയാമ്മ ജോർജിന്റെ ആട്ടിൻകുട്ടിയാണ് തെരുവ് നായ്ക്കൾ കടിച്ച് കൊലപ്പെടുത്തിയത്. ഇതിനു മുമ്പ് തെരുവ് നായ്ക്കളുടെ ആക്രമണം ഇത്തരത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഏലിയാമ്മ വ്യക്തമാക്കുന്നുണ്ട്. റിട്ടയർഡ് അധ്യാപികയായ ഏലിയാമ്മയുടെ ആടിനെ കടിച്ച് കൊലപ്പെടുത്തിയ തെരുവ് നായ്ക്കൾ മറ്റ് ചില സ്ഥലങ്ങളിലും വിളയാട്ടം നടത്തിയതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്. പരിക്കേറ്റ ആട്ടിൻകുട്ടികളെ കോഴ വെറ്റിനറി ആശുപത്രിയിൽ നിന്നെത്തിയ ഡോക്ടർ പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ട്. അപ്പം ഷീറ്റടിക്കാണ്ട് കാരണം പോയപ്പോൾ കാരണം ഈ കാട്ടുകുഞ്ഞ് കടിക്കുന്ന കണ്ടേച്ച് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കേൾക്കത്തില്ലായിരുന്നു. പുള്ളി ഞങ്ങളെ വീട്ടിൽ വന്ന് മുറിക്കകത്ത് വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ടെന്ന് കാണിച്ച് ഞങ്ങളെ കൂടെ ഓടിച്ചു വിട്ടത്. അന്നേരത്തെയും ഒരെണ്ണം വീണ് പോയല്ലേ? ചത്തുപോയി. നീ ചത്തുപോയി. കറക്കുന്നായിരുന്നു അതിനൊക്കെ? ഒരു തള്ള കറക്കുന്ന, മറ്റേ കുഞ്ഞുങ്ങളല്ലേ. പുള്ളി എന്തിനാ അതിലെ പോയെ? ഷീറ്റടിക്കാൻ പോണ ഇതില് ഈ പറമ്പ് ഷീറ്റടിക്കാൻ പോണം. പട്ടിശല്യം ഉണ്ടായിരുന്നോ ഇതിനു മുമ്പ്? നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ ഇങ്ങനെ ശല്യം ഒന്നും ഇല്ലായിരുന്നു. ഈ പട്ടിയിലെ നടക്കുന്നൊക്കെ കാണാറുണ്ട്, പക്ഷെ ഇങ്ങനെ ശല്യം ഇല്ലായിരുന്നു. ഇവിടെ ഞാൻ വരുമ്പോ ഇവിടെ ഈ പട്ടി അവിടെ അതേന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുക. ഈ പട്ടി രണ്ടും കൂടെ ഇങ്ങനെ കടിച്ചോണ്ട് കിടക്കുന്നതായിട്ടാണ് ഞാൻ വരുമ്പോ കാണുന്നത്. അത് വേറൊന്നും എനിക്കറിയത്തില്ല, കണ്ടില്ല. പിന്നെ ഞാൻ പിന്നെ ആ പട്ടിയെ ഓടിച്ചു വിട്ടേച്ച് പിന്നെ ആ കയറടിച്ചു ഇതിനെ അടിച്ച് നൂർത്ത് കിട്ടി. എപ്പോഴായിരുന്നു? ഒരു 12 കഴിഞ്ഞു. 12:30 ഇല്ല, പശുവിനെ ആക്രമിച്ചിട്ടില്ല. ഇല്ല, ഇവിടെ ആ സംഭവം മുഴുവൻ ഇല്ല. ഇവിടെ ഇങ്ങനെ അവിടെ ഇങ്ങോട്ട് തൂങ്ങി കിടക്കുകയായിരുന്നു.